നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചെറിയേച്ചി ചരിതമാണ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്രാവശ്യം PG സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള മധ്യകാല ചമ്പുകൾ അച്ചി ചരിതങ്ങൾ എന്ന യൂണിറ്റ് 2 ഒരു പാഠഭാഗമാണ് ചെറിയേച്ചി ചരിതം. മണിപ്രവാളങ്ങളിലെ ലഘുകാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായത് ചെറിയേച്ചി ചരിതമാണ്. ഇതിൽ മാലിന്യ വൃത്തത്തിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത്. 27 ശ്ലോകങ്ങളുണ്ട്. ചെറിയേച്ചിയാണ് ഇതിലെ നായിക. ചെറിയേച്ചിയിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കുന്ന നായകന്റെ വിരഹദുഃഖം, അതാണ് ഇവിടുത്തെ പരാമർശം. ഇതിൽ ചില ഭാഗങ്ങളിൽ ചെറിയേച്ചിയെ അച്ചീസുത എന്ന പേരിൽ സംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. മറ്റു ചിലയിടത്ത് ഒരു തോഴനോട് സംസാരിക്കുന്ന രീതിയിലാണ് ഇവിടെ കാവ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. ഉദയപുരത്തെ ചെരികിൽ ഭവനത്തുള്ള ഒരു നർത്തകിയുടെ മകളാണ് ചെറിയേച്ചി. ആ ചെറിയേച്ചിയെ പിരിഞ്ഞതുമൂലം കാമുകനുണ്ടാകുന്ന, ചന്ദ്രോദയത്തിൽ കാമുകനുണ്ടാകുന്ന ആ ഒരു വിരഹ തീവ്രതയാണ് കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലീലാതിലകത്തിൽ ഈ 4 ശ്ലോകങ്ങൾ, അതായത് 3, 18, 24, 25 എന്നീ ചെറിയേച്ചി ശ്ലോകങ്ങൾ, ചെറിയേച്ചി ചരിതത്തിലെ ശ്ലോകങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീലാതിലകത്തിന് മുൻപാണ് ചെറിയേച്ചി ചരിതം രചിക്കപ്പെട്ടത്. നമുക്ക് ഏതായാലും ചെറിയേച്ചി ചരിതത്തിന്റെ ശ്ലോകങ്ങളിലേക്ക് കടക്കാം. കൂടുനികരമെഴുത്തായി പത്രമായി മാനമൊപ്പായി മുഴുമതി മദനൻ തീട്ടിഞ്ഞു സന്ധ്യോപനീതം ഐവത ചെറിയച്ചി കാൺമിതസ്യാം രജന്യാം തവ വിരഹിണമെന്നെ തന്വി കൊൽകന്റെ പോലെ. കൂടുനികരമെഴുത്തായി പത്രമായി മാനം. ഇവിടെ സന്ധ്യാസമയത്തെ ആകാശം കാണുമ്പോൾ ഉള്ള കാമുകന്റെ ചിത്തത്തെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ മുമ്പേ അത് പരാമർശിച്ചു കഴിഞ്ഞു. ഇതില് ഉടുനികരത്തെ, നക്ഷത്രക്കൂട്ടത്തെ എന്തായിട്ട് കാണുന്നു? ഒരു അക്ഷരക്കൂട്ടങ്ങളായിട്ട്. ഉടുനികരം, നക്ഷത്രക്കൂട്ടങ്ങൾ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ കാമുകന്റെ മനസ്സിലത് എന്തായിട്ട് തോന്നുകയാണ്? അക്ഷരങ്ങളായിട്ട് തോന്നുകയാണ്. ഇനിയും എഴുതാനുള്ള കടലാസായിട്ട്, പത്രമായിട്ട് ആകാശത്തെയും, ഇനി മുഴുമതി പൂർണ്ണചന്ദ്രനെ, മുഴുമതി പൂർണ്ണചന്ദ്രനാണ്, പൂർണ്ണചന്ദ്രനെ ഒപ്പായിട്ട് കാണും. നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സന്ദേശ കാവ്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ണുനീലി സന്ദേശവും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പല സന്ദേശങ്ങളിലും, അല്ലെങ്കിൽ തന്നെ പഴയ കാലങ്ങളിലൊക്കെ പ്രാവിന്റെ കാലിലൊക്കെ സന്ദേശങ്ങൾ ഇങ്ങനെ കെട്ടി അയക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യം നോക്കുമ്പോൾ ഇതൊരു സന്ദേശം കൊടുത്തയക്കുന്നത് പോലെ അതിനെ കവി കൽപ്പിക്കുന്നത്, ഇതിലെഴുതിയിരിക്കുന്നത് നക്ഷത്രക്കൂട്ടങ്ങളെ അക്ഷരങ്ങളായും മാനത്തെ കടലാസായും അല്ലെങ്കിൽ എഴുതാനുള്ള പത്രമായും ഒരു ഒപ്പ് വേണമല്ലോ. ആ ഒപ്പിനെ എന്തായിട്ട് മുഴുതിങ്കൾ പൂർണ്ണചന്ദ്രനെ ഒപ്പായിട്ടും ചിത്രീകരിച്ചുകൊണ്ട്, അങ്ങനെ ഇടിവിച്ചുകൊണ്ട് മദനൻ തീട്ടിങ്ങി സന്ധ്യോപനീതം. മദനൻ എന്ന് വെച്ചാൽ കാമദേവനാണ്. കാമദേവൻ കൊടുത്തയച്ച കൽപ്പന എങ്ങനെ? ഐബദ ചെറിയച്ചി കാൺമിതസ്യാം രജന്യാം തവ വിരഹിണമെന്നെ തന്വി കൊൽകന്റെ പോലെ. അതായത് കാമദേവൻ കൊടുത്തുവിട്ട കൽപ്പന സന്ധ്യ കൊണ്ടുവന്നിരിക്കുകയാണ്. അല്ലയോ ചെറിയച്ചി, ഈ രാവിൽ നിന്നെ വേർപിരിഞ്ഞിരിക്കുന്ന എന്നെ കൊല്ലാൻ എന്നത് പോലെയാണോ എന്ന് എനിക്കത് തോന്നിപ്പോകുന്നു. കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് സന്ധ്യാസമയം ആ ഒരു വിരഹിയായിരിക്കുന്ന ഒരാളുടെ മനസ്സിനെ അത് എത്രമാത്രം വേദനിപ്പിക്കും. കാരണം തന്റെ കാമുകിയോടെ തിരിക്കേണ്ട സമയമാണ്. ആ സമയം താൻ വേർപിരിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ സമയത്ത് ആ ചന്ദ്രനെയും ആകാശത്തെയും ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാമുകന്റെ വിരഹ ദുഃഖമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എങ്ങനെയാണ്? ആകാശമാകുന്ന പത്രത്തില് നക്ഷത്രക്കൂട്ടമാകുന്ന അക്ഷരങ്ങൾ പൂർണ്ണചന്ദ്രനെ ഒപ്പായി ഇടിവിച്ചുകൊണ്ട് സന്ധ്യയുടെ കയ്യിൽ, ഇവിടെ സന്ധ്യയാണ് എന്തായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്? അവിടെ കാമദേവന്റെ ദൂതിയായിട്ട്. അങ്ങനെ കാമദേവൻ കൊടുത്തയച്ച ആ ഒരു സന്ധ്യ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? കാമദേവൻ കൊടുത്തുവിട്ട കൽപ്പന സന്ധ്യ കൊണ്ടുവന്നിരിക്കുന്നു. അല്ലയോ ചെറിയച്ചി, ഈ രാവിൽ, ഈ സന്ധ്യാസമയത്ത്, ഈ രാത്രിയിൽ നിന്നെ പിരിഞ്ഞിരിക്കുന്ന എന്നെ കൊല്ലുവാനാണോ എന്ന് എനിക്ക് തോന്നുകയാണ്. അവിടെ നമുക്ക് ആ ഒരു സംശയം ഉദിച്ചിരിക്കുന്നയാൾ അവിടെ അലങ്കാരം ഉൽപ്രേക്ഷയാണ്. പരുചുപട നിരത്തി പശ്ചിമാശാം ചുവപ്പാം പുതിയ തളിരതിന്മേൽ വെണ്ണില പോകുതൂകി രചയതി ചെറിയച്ചി വിപ്രയോഗോചിതം മേ ശയനമിവ ശശാങ്ക ശർവരീ പൂർവയാമം. അതായത് കവി സന്ധ്യയെ വിരഹികളുടെ വികാരവുമായിട്ട് ബന്ധിപ്പിച്ച് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് രാത്രിയുടെ ആദ്യയാമത്തിൽ ചന്ദ്രൻ ഭംഗിയായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? വസ്ത്രം വസ്ത്രത്തെ നിരത്തിക്കൊണ്ട് പടിഞ്ഞാറേ ദിക്കിലെ ചുവപ്പാകുന്ന രാശിമേൽ
തളിരിന്മേൽ, ആ തളിരിന്മേൽ വെണ്ണിലാവാകുന്ന പൂ വർഷിച്ച്, രാത്രിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണചന്ദ്രനിൽ നിന്നും നിലാവൊഴുകും, അതിനെ വസ്ത്രമായിട്ടൊക്കെ പറയുകയാണ്. അതിനെയാണ് രാത്രിയുടെ ആദ്യയാമത്തിൽ ചന്ദ്രൻ ഭംഗിയായി തന്റെ വസ്ത്രത്തെ നിരത്തിക്കൊണ്ട് പടിഞ്ഞാറേ ദിക്കിലെ ചുവപ്പാകുന്ന തളിരിന്മേൽ, അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, അപ്പോഴുണ്ടാകുന്ന ചുവപ്പ് രാശിയാണ് ഇവിടെ തളിരിലയായിട്ട്. തളിരില ചുവന്നതാണ്. അതേപോലെ ആ പശ്ചിമ ദിക്കിലേക്ക്, പടിഞ്ഞാറേ ദിക്കിലുണ്ടാകുന്ന ആ ചുവപ്പ് രാശിയെ എന്തായിട്ട് പറയണം? തളിരിലയാണ്. തളിരിന്മേൽ വെണ്ണിലാവാകുന്ന പൂ വർഷിച്ച് എന്ത് ചെയ്യുന്നു? ചെറിയച്ചി വിരഹോചിതമായിട്ട് ശയനം എനിക്ക് നിർമ്മിച്ചിരിക്കുകയാണോ എന്ന് തോന്നുകയാണ്. അതായത് കാമുകന് അതായത് വിരഹദുഃഖിയായിരിക്കുന്ന ഒരു കാമുകന് കാമത്തെ ഉദ്ദീപിപ്പിക്കത്തക്ക വണ്ണമുള്ള ഒരു ശയ്യ പ്രകൃതി തന്നെ ഒരുക്കുന്നത് കണ്ടിട്ട് അത് തനിക്കായിട്ട് ചെറിയച്ചി, തന്റെ കാമുകിയായിട്ടുള്ള ചെറിയച്ചി ഒരുക്കിയിരിക്കുകയാണോ എന്ന് സംശയിക്കുന്നു. പ്രിയ സഖ ചെറിയച്ചി വിപ്രയോഗ ജ്വരാർത്ഥം കുറവുയിരപി തീർപ്പാൻ നൂനമിന്ദുച്ഛലേന മദനനുദയശൈല പള്ളിവിൽ മേൽ തൊടുത്താൽ പഥിക രുധിരധാര പാടലം പള്ളിയമ്പ്. അതായത് ഇവിടെ പ്രിയ സഖ എന്നാണ്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, ചിലയിടത്ത് തോഴനെയാണ്, ഇവിടെ തോഴനില്ല, അതൊരു സങ്കല്പമാണ്. തോഴനെ വിളിച്ച് പറയുന്നുണ്ട്, ഒരു ഭാഗത്ത് സംബോധന ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് ചെറിയച്ചിയെ തന്നെ ചെറിയച്ചി എന്നും മച്ചി സുതയെന്നും സംബോധന ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രിയ സഖ എന്നാണ്, സഖി എന്നല്ല, സഖ എന്നാണ്. കൂട്ടുകാരനെയാണ് വിളിക്കുന്നത്. പ്രിയ സഖ, പ്രിയ തോഴ, ചെറിയച്ചി വിപ്രയോഗ ജ്വരാർത്ഥം, അതായത് ചെറിയച്ചിയെ പിരിഞ്ഞത് മൂലം ഉണ്ടായ വിരഹജ്വരം. ഇവിടെ ജ്വരത്തെ വിരഹമാകുന്ന ജ്വരമാണ്, പനിയല്ല. വിരഹജ്വരം ബാധിച്ചിട്ട് ഞാൻ എങ്ങനെയായിരിക്കുന്നു? വളരെ വിഷമിതനായിരിക്കുന്നു. അങ്ങനെ ആർത്തനായി തീർന്നിരിക്കുന്ന എൻ്റെ ഈ ക്ഷീണിച്ച കുറവുയിരബിയാണ്, കുറഞ്ഞു പോയിരിക്കുന്ന ഉയിരാണ്. ഉയരെന്ന് വെച്ചാൽ ജീവനാണ്. വേർപാട് കൊണ്ട് എൻ്റെ ജീവൻ തന്നെ ഇല്ലാതെയായിരിക്കുന്നു. ആ അല്പം മാത്രമായി ശേഷിച്ചിരിക്കുന്ന ആ ജീവനെയും കൂടി നശിപ്പിക്കാൻ വേണ്ടി കാമദേവൻ ഉദയശൈലമാകുന്ന പള്ളിവില്ലിന്മേൽ, ഉദയശൈലത്തെ, ഉദയപർവ്വതത്തെ എന്തായിട്ട് കാണുകയാണ്? പള്ളിവില്ലായിട്ട്. പള്ളി എന്ന് ചേർക്കുന്ന നമ്മൾ ഇപ്പോഴും ബഹുമാന സൂചകമായിട്ടാണ്. അപ്പൊ കാമദേവൻ ഉപയോഗിക്കുന്നതായതുകൊണ്ടാണ് അവിടെ പള്ളിവില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉദയഗിരി എന്തായിട്ട് എടുത്തിരിക്കുന്നു? ഉദയഗിരിയെ പള്ളിവില്ലായിട്ട്. ആ വില്ലിന്മേൽ ഏത് ഞാണിനെയാണ് ഉപയോഗിക്കുന്നത്? ചന്ദ്രൻ എന്ന വ്യാജേന പഥികരുടെ രുധിരധാര കൊണ്ട് ചുവന്ന പള്ളിയമ്പ് എന്റെ നേർക്ക് വേണ്ടേ ചെയ്യുന്നു. എന്റെ കാമഗ്നി വർദ്ധിപ്പിക്കാനാണോ എന്നെനിക്ക് തോന്നുകയാണ്. ഞാനാണെന്നുള്ള വ്യാജേനയാണ് എന്റെ ഈ ക്ഷീണിച്ച ജീവനെയും കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാമദേവൻ എന്ത് ചെയ്യുന്നത്? ഉദയമാകുന്ന പള്ളിവില്ലിന്മേൽ ചന്ദ്രൻ എന്ന വ്യാജേന എന്ത് ചെയ്യുന്നു? പഥികരുടെ രുധിരധാര കൊണ്ട് ചുവന്ന അമ്പ് എന്റെ നേർക്ക് തൊടുത്തിരിക്കുന്നു. അസിത തിമിര പിഞ്ചൈരന്തിയാം തീകരിച്ച തരള തരമെഴിന്റെ തരകാമുത്തണിഞ്ഞ് ഐബെത ചെറിയച്ചി വാസരാന്താഖ്യനാകും ക്ഷപണ കനിത കാണാവിച്ച കാട്ടിന്റെ വാറ്. അതായത് ഇവിടെ അസിതം എന്നതിന്റെ അർത്ഥം കറുത്തത് എന്നാണ്. പിഞ്ചം എന്ന് വെച്ചാല് മയിൽപ്പീലിയാണ്. അപ്പൊ ഇവിടെ ബിംബകൽപ്പനകൾ ഒരുപാടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കറുത്ത രാത്രിയാകുന്ന മയിൽപ്പീലി, ആ മയിൽപ്പീലികളെ കൊണ്ട് സന്ധ്യയാകുന്ന തീയരിച്ചിട്ട് മിന്നി മിന്നി പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളാകുന്ന മുത്തണിഞ്ഞ് സന്ധ്യ എന്ന ആഖ്യയോടുകൂടിയ ഇന്ദ്രജാലക്കാരൻ അല്ലെങ്കിൽ മന്ത്രവാദി മായാജാലക്കാരൻ വിദ്യ കാണിക്കുന്നത് നീ കണ്ടാലും. അല്ലയോ ചെറിയച്ചി, ഇവിടെ മയിൽപ്പീലിയാണ്. കറുത്ത രാത്രിയെ മയിൽപ്പീലിയോടാണ്. മയിൽപ്പീലിയുടെ നിറം അറിയാമല്ലോ. അപ്പൊ അതും രാത്രിയുമായിട്ടാണ് ഇവിടെ സാമ്യം കൽപ്പിക്കുന്നത്. അവിടെ കറുത്ത രാത്രിയാകുന്ന മയിൽപ്പീലി, ആ മയിൽപ്പീലികളെ കൊണ്ട് സന്ധ്യയാകുന്ന തീയരിച്ച് മിന്നി മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളാകുന്ന മുത്തണിഞ്ഞിട്ട് സന്ധ്യ ഒരു മായാജാലക്കാരനാണ്. സന്ധ്യ എന്ന മാന്ത്രികൻ കാണിക്കുന്ന മായാവിദ്യ നീ കണ്ടാലോ. രവി രമണ വിയോഗേ രാത്രിയാകിന്റെ ധാത്രി വികിരതി പനിനീരും ചന്ദ്രികാ ചന്ദനം ച പുനരപി നവിബുദ്ധാം പത്മിനിയും കണ്ടവാറേ മമബദ ചെറിയച്ചി വാർത്തയിൽ പേടിയുണ്ട്. ഇവിടെ പറയുന്നത് നമുക്കറിയാം, താമരയുടെ കാമുകനാണ് സൂര്യനെന്നും ആമ്പലിന്റെ കാമുകനാണ് ചന്ദ്രനെന്നുമാണ് കവിസങ്കല്പം. നമ്മൾ നളിനിയും രവണ്ണും ഒക്കെ പഠിച്ചാണ്, നമ്മൾ അതിലെല്ലാം മനസ്സിലാക്കിയ കഥയാണ്. അപ്പോ ഇതില് പറയുന്ന കാര്യം രാത്രിയാകുന്ന ധാത്രി എന്ന് വെച്ചാൽ വളർത്തമ്മയാണ്. രാത്രിയാകുന്ന വളർത്തമ്മ എന്തെല്ലാം കൊണ്ട്? പനിനീരും ചന്ദ്രികാചന്ദനവും കൊണ്ട്, അല്ലെങ്കിൽ നിലാവാകുന്ന ചന്ദനവും കൊണ്ട്
ചന്ദനവും പനിനീരും കൊണ്ട് വികിരതി തളിച്ചിട്ടും, വികിരതി എന്ന് വെച്ചാൽ തളിച്ചിട്ടും അല്ലെങ്കിൽ വിതറിയിട്ടും എന്ത് ചെയ്യുന്നില്ല? ന വിബുദ്ധാം പത്മിനിയും, അതായത് പത്മിനിയും എന്ന് വെച്ചാൽ താമര പൊയ്കയാണ്. താമരകൾ ഒരുപാടുള്ള പൊയ്കയാണ്. ആ താമര പൊയ്കയിലേക്ക് രാത്രിയാകുന്ന വളർത്തമ്മ പന്നീരും ചന്ദ്രികാ ചന്ദനവും വികിരതി തളിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല? ന വിബുദ്ധാം, അവർ ഉണരുന്നില്ല, താമര പൊയ്ക ഉണരുന്നില്ല. അത് കണ്ടവാറെ കണ്ട സമയത്ത് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് അത് കാണുമ്പോൾ ചെറിയച്ചി വാർത്തയിൽ പേടിയുണ്ട്. എനിക്കും ചെറിയച്ചി എങ്ങനെ ഇരിക്കുന്നു എന്നറിയാനുള്ള ഔത്സുഖ്യമുണ്ട്. എനിക്ക് പേടിയാകുന്നുണ്ട്. കാരണം സൂര്യൻ വേർപിരിഞ്ഞത് മൂലമാണ് ആരുണരാത്തത്? താമരപ്പൊയ്ക ഉണരാത്തത്. സൂര്യന്റെ വരവും കാത്തിരിക്കുകയാണ്. ആ തളർച്ചയിൽ ആര് ഉണരാതെ ഉറങ്ങാണ്? താമരപ്പൊയ്ക. രാത്രിയാകുന്ന വളർത്തമ്മ പനിനീരും ചന്ദ്രികയും ചന്ദനവും ഒക്കെ തളിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും താമരപ്പൊയ്ക എന്ത് ചെയ്യുന്നില്ല? ഉണരുന്നില്ല. പക്ഷെ ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലും വല്ലാതെ ആധിയാകുന്നുണ്ട്. എന്നെ പിരിഞ്ഞിരിക്കുന്ന ചെറിയച്ചിയുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കുമോ ആവോ? അതാണ് ഇവിടെ കാമുകനെ തളർത്തുന്നത്. ഇവിടെ പത്മിനി എന്ന് പറയുന്നത് ആ ഒരു ചെറിയച്ചിയുടെ ആ ഒരു വംശത്തിന്, പത്മിനി എന്ന് പറയുന്ന വംശത്തിൽ പിറന്ന ആളാണ് ഇവിടെ ചെറിയച്ചി എന്നൊരു പരാമർശവും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അലങ്കാരം രൂപകമാണ് വരുന്നത്. ഇനിയും ഉദയതി ശശിബിംബം കാന്തമന്തിച്ചുവപ്പിൽ പരമഭിരിവിബിംബം ചെന്തിതസ്തം പ്രയാതി ഉദയമിതമുരുമ്മി കൂടുകിൽ കുങ്കുമാർദ്രം കുജയുഗമുപമിക്കാം നൂനമച്ചി സുതായാം. അതായത് നമുക്കറിയാം, ലഘുകാവ്യമായാലും മണിപ്രവാള കാവ്യങ്ങള് എല്ലാം വിരഹദുഃഖം പ്രകടിപ്പിക്കുമ്പോഴും അതിലേറെ ശൃംഗാരങ്ങൾ ഉണ്ടാവും. ഇതും അതുപോലെ നായകൻ ചെറിയച്ചയെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ് പറയുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു? സൂര്യൻ അസ്തമിച്ചു, മറ്റൊരു ഭാഗത്ത് ചന്ദ്രൻ ഉദിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ ചന്ദ്രബിംബം കമനീയമായ അന്തിച്ചുവപ്പിൽ എന്ത് ചെയ്യുന്നു? ഉദിക്കുകയാണ്. മനോഹരമായ സന്ധ്യാ ചുവപ്പാണ്. അതായത് സൂര്യൻ മറയുമ്പോൾ ആകാശം ചുവപ്പ് നിറമാകുന്നു. ഈ അന്തിച്ചുവപ്പിൽ ആരുച്ചി വരുന്നുണ്ട്? ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്. അങ്ങനെ അന്യമായ സൂര്യബിംബം അസ്തമന പർവ്വതത്തിന്മേലേക്ക് പോകുന്നു. അവ ഇവ രണ്ടും ഒരുമി കൂടുകയാണെങ്കിൽ, അസ്തമിച്ച സൂര്യനും ആ ചുവപ്പിൽ അന്തിച്ചുവപ്പിൽ ഉദിച്ചുയരുന്ന ചന്ദ്രനും തമ്മിൽ ഒരുമിച്ച് ഉരുമ്മി കൂടുകയാണെങ്കിൽ അത് എന്തുപോലെയാണെന്നാണ് പറയുന്നത്? കുങ്കുമം കൊണ്ടലിഞ്ഞ അച്ചി സുതയുടെ കുജങ്ങളോട് ഉപമിക്കാം എന്നാണ് പറയുന്നത്. അതായത് പുരട്ടാറുണ്ട് അന്ന് സ്ത്രീകള്, അല്ലെ? അങ്ങനെ കമനീയമായ അന്തിച്ചുവപ്പിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെയും പശ്ചിമരാശിയിലേക്ക് മറയുന്ന സൂര്യനും ഒരുമി കൂടിയാല് കുങ്കുമച്ചാറ് പുരട്ടിയ ചെറിയച്ചിയുടെ കുജങ്ങളോട് ഭൂമിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, ചരതി കൊതി കുളിർത്തി പത്രിണ മുന്നിൽ മുല്ലപ്പൊടിയിൽ മുടിയ മൂഴ്ത്തി പൊന്നിറം കൊണ്ട ഭൃംഗം ഉദയനഗരിയൂനാം ചിത്തമുൽക്കണ്ഠയൻ പണ്ടകമിവ ചെറിയച്ചി മഞ്ഞൾ മെയ്പൂച്ചണിഞ്ഞ്. ഇവിടെ പറയുന്നതാണ്, പണ്ടത്തെ ഒരു കാര്യം കാമുകൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതായത്, അല്ലയോ ചെറിയച്ചി, നിന്റെ ശരീരത്തില് നീ അണിഞ്ഞിരുന്ന നിന്റെ മെയിലെ മഞ്ഞൾക്കൂട്ട് എന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അന്ന് ഉദയനഗരിലെ യുവാക്കളുടെ എല്ലാം മനസ്സ് ഉത്കണ്ഠാകുലമായി. അതുപോലെ ഇന്ന് പണ്ട് അങ്ങനെ ഉത്കണ്ഠാകുലമാക്കിക്കൊണ്ട് ഞാനന്ന് സവാരി ചെയ്തിരുന്നു. ഉദയനഗരി മുഴുവൻ ഞാൻ എല്ലാവരും ഇത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തിരുന്നു. മുല്ലപ്പൊടിയില് ശിരസ് താഴ്ത്തിയിട്ട്, മുല്ലപ്പൂമ്പൊടിയില് ശിരസ് മുഖമൂഴ്ത്തിയിട്ട് അതിൽ നിന്ന് പറന്നകലുമ്പോൾ ഭൃംഗത്തിന്റെ ശരീരത്തിലാകെ മഞ്ഞ പൂമ്പൊടി എങ്ങനെയാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, അതേപോലെ അത് കാണുമ്പോൾ എന്ത് ചെയ്യും? മറ്റു ചിത്രശലഭങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യും? കൊതിയൂറും, അല്ലെ? അവയുടെ മുന്നിലൂടെ എന്നിട്ട് ആ ഭൃംഗങ്ങൾ സഞ്ചരിക്കുകയാണ്. അപ്പൊ മുല്ലപ്പൂമ്പൊടിയില് മുഖം ഊഴ്ത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഭൃംഗങ്ങളുടെ ശരീരത്തിലെ മഞ്ഞൾപ്പൊടി കണ്ടിട്ട്, അതായത് ആ പൂമ്പൊടി കണ്ടിട്ട് ചിത്രശലഭങ്ങളുടെ മനസ്സിൽ എത്രമാത്രമാണോ അത് കണ്ടിട്ടുണ്ടാവുന്ന ആ ഒരു കൊതി ഉണ്ടാവുന്നത്, അതേപോലെ പണ്ട് ഞാൻ എന്ത് ചെയ്തിരുന്നു? ഉദയഗിരിയിലെ യുവാക്കളുടെ ഹൃദയത്തിനെ ഉത്കണ്ഠാകുലമാക്കിയിരുന്നു. അതെല്ലാം താൻ വിരഹിയായിരുന്നപ്പോ അദ്ദേഹം ഓർക്കുകയാണ്. കാഴ്ചകൾ ഓരോന്ന് കാണുമ്പോൾ അദ്ദേഹം പഴയ തന്റെ സഖിയോട് ഒത്തിരുന്നപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നതാണ് ഈ ഭാഗം. പരിപതതി തുഷാര ശ്രേണി വെൺമുത്തണിഞ്ഞ തിമിര നിജയമെന്നും മാന്തളിർപ്പട്ടു ചാർത്തി കമലമുകുള മന്തിക്കാറ്റിൽ ആടിന്റെ മാറൊട്ടഴകിത് കുജലീല നാട്യമച്ചി സുതായ. എന്താണ്?
ഇതില് വീണ്ടും അച്ചിസുതയിലേക്ക് എത്തുകയാണ്. ചെറിയച്ചിലേക്ക് എത്തുന്നു. മഞ്ഞുതുള്ളികളാകുന്ന വെൺമുത്തണിഞ്ഞ്, മഞ്ഞുതുള്ളികളാകുന്ന വെൺമയാർത്തെ ആ മുത്തണിഞ്ഞിട്ട് കൂരിരുട്ടിന്റെ കൂട്ടമാകുന്ന മാന്തളിർപ്പട്ട് ചാർത്തിക്കൊണ്ട്, കൂരിരുട്ടാകുന്ന കൂട്ടത്തിനെയാണ്, ആ കൂരിരുട്ടിനെ മാന്തളിർപ്പട്ടായിട്ട് പറയണം. മാന്തളിർപ്പട്ട് ചാർത്തിക്കൊണ്ട് ആര് നിൽക്കുകയാണ്? കമലമുകുളം. എങ്ങനെ? അത് കാറ്റിൽ ഇങ്ങനെ ചാഞ്ചാടുകയാണ്. കാറ്റിൽ ചാഞ്ചാടുന്നത് കണ്ടാൽ അത് എന്തുപോലെയാണ്? ഇത് അച്ചിസുതയുടെ കുജലീല നാട്യം പോലെ തോന്നുകയാണ്. കാരണം എന്താണോ പ്രകൃതിയിൽ കാമുകൻ ദർശിക്കുന്നത് അതിലെല്ലാം എന്ത് ചെയ്യാണ്? വിരഹ ദുഃഖവും കാമുകിയുടെ ഓരോ അംഗത്തെയും ഒക്കെ കണ്ട് അദ്ദേഹം അങ്ങ് സങ്കല്പിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. മഞ്ഞുതുള്ളികളാകുന്ന വെൺമുത്തണിഞ്ഞ് കൂരിരുട്ടാകുന്ന പട്ടി ചാർത്തിക്കൊണ്ട്, മാന്തളർ പട്ടി ചാർത്തിക്കൊണ്ട് ആ ഇരുട്ടത്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കമലമുകളം എന്ത് ചെയ്യുന്നു? അന്തിക്കാറ്റില് ചാഞ്ചാടുന്നത് കണ്ടാൽ അത് ചെറിയച്ചിയുടെ കുജലീല നാട്യമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. നമുക്ക് ഇത്രയും ഭാഗം കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.